ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതേ ജൂലൈ മാസം. അപ്പൊ ജൂലൈ മാസം ആകാറായി. അപ്പൊ നമുക്ക് ജൂലൈ മാസം ഏതൊക്കെ പച്ചക്കറി ചെടികളാണ് നട്ടു വളർത്തേണ്ടതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ജൂലൈ മാസത്തെ കൃഷി എന്ന് പറഞ്ഞാലേ ശരിക്കും നമുക്ക് ഓണത്തിന് വിളവെടുക്കാനുള്ള കൃഷിയാണേ. മഴക്കാലത്ത് നമുക്ക് നടാൻ പറ്റുന്ന ജൂലൈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ ഒരു ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ ഏറ്റവും കട്ടി പിടിക്കുന്ന ഒരു സമയമാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജൂലൈ മാസത്തിൽ വളർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതൽ ആവശ്യമുള്ള, വളർച്ചയ്ക്ക് വെള്ളം കൂടുതൽ ഇഷ്ടമുള്ള തരത്തിലുള്ള പച്ചക്കറി ചെടികളെ സെലക്ട് ചെയ്ത് വേണം നമ്മൾ ഈ സമയത്ത് വളർത്തിയെടുക്കാൻ. അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളാണ് വെണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട വെണ്ട എവിടം വരെ ആയി നോക്കിയിട്ട് വരാവേ. നമ്മൾ അന്ന് നട്ടുവെച്ച വെണ്ട ഇതാണേ, കണ്ടോ, കുറച്ചും കൂടെ കൂടുതൽ ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിലോട്ട് നമ്മൾ ഈ മണ്ണ് കുറച്ച് അടുപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഈ മഴ കാലം എന്ന് പറഞ്ഞാൽ വെണ്ടയുടെ കൃഷിക്ക് ഭയങ്കര നല്ലതാണ്. കാരണം നന്നായിട്ട് വെണ്ട വളരും. നമ്മൾ എല്ലാ പ്രാവശ്യവും വളർത്തുമ്പോൾ നമുക്ക് അറിയാം മഴക്കാലത്താണ് ഇവർ കൂടുതൽ നന്നായിട്ട് വളരുന്നത്. നമ്മൾ വേനൽക്കാലത്ത് ഇത്ര വെള്ളം കൊടുത്തെന്ന് പറഞ്ഞാലും ആ ചൂടും അവർക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത്രയും മണ്ണ് അങ്ങോട്ട് കൂട്ടിയിട്ട് ഇത് നമ്മുടെ ജൈവവളമാണേ, അതൊരു കുറച്ച് ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് കുറച്ചും കൂടെ മണ്ണിട്ട് കൂട്ടി കൊടുക്കാം. ഈ മണ്ണ് കൂട്ടലാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വളർച്ച എന്ന് പറയുന്നത്. നമ്മളിത് ഇനി അടുത്ത ദിവസം ഇത് കാണാൻ വരുമ്പോൾ അറിയാം കുറച്ചും കൂടെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരിക്കും. എന്താ ഈ സ്ഥലം കണ്ടോ, ഇവിടേക്ക് ഞാൻ അടുത്ത ദിവസം നമ്മൾ കാണുമ്പോൾ ഇവിടേക്ക് ഞാൻ ഒരു വെണ്ടയും കൂടെ നട്ടുവെക്കും കേട്ടോ. അത്രയും ഒരു വെണ്ടയ്ക്കും കൂടെ വളരാനുള്ള ഇടയുണ്ട് ഈ പാത്രത്തിനകത്ത്. ഇച്ചിരി വളം ഇട്ട് വെച്ചേക്കാം. വളത്തേലോട്ട് നേരിട്ട് ചെടിയുടെ വേര് മുട്ടരുതേ. ജൈവവളം ആണെങ്കിലും എന്ത് വളമാണെങ്കിലും ചാണകപ്പൊടി ഒഴികെയുള്ള എന്ത് വളമാണെന്ന് പറഞ്ഞാലും വേരഴുകും. ഈ വെണ്ട കണ്ടോ, കഴിഞ്ഞ ദിവസം നമ്മൾ വെണ്ടയ്ക്ക പറിച്ച് കഴിഞ്ഞതാണ്, എന്നിട്ടും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു എല്ലാ ടൈപ്പ് വെണ്ടയെന്ന് പറഞ്ഞാൽ ആനക്കൊമ്പൻ വെണ്ട ചുവപ്പും പച്ചയും, അതുപോലെ സാധാരണ വെണ്ട ചുവപ്പും പച്ചയും, അതുപോലെ മംഗലാപുരം വെണ്ട ഒക്കെ നമുക്ക് വിത്തുകൾ കൊടുക്കാനുണ്ട്. ആർക്കെങ്കിലും വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഓണക്കാലം വരുമല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് 2 വെണ്ടയ്ക്ക പറിച്ച് സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര രൂപ കൊടുത്ത് വെണ്ടയ്ക്ക വാങ്ങിച്ച് നമ്മൾ സാമ്പാർ വെക്കുന്നതിനേക്കാളും നമുക്കൊരു സന്തോഷമാണ്. അപ്പം ഓണത്തിന് നമ്മുടെ വീട്ടുമുറ്റത്തു നിന്ന് വെണ്ടയ്ക്ക പറിക്കാനായിട്ട് നമുക്കൊരു 2 വെണ്ട വിത്ത് പാകിയാൽ മതി. വളരെ വേഗത്തിൽ 45 ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ സാധിക്കുന്നവരാണ് ഈ വെണ്ട എന്ന് പറയുന്നത്. മഴക്കാലത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന പച്ചക്കറികളെന്ന് പറഞ്ഞാൽ വെണ്ടയും വഴുതനയും തക്കാളിയും പച്ചമുളകും. അപ്പം നമുക്കൊരു പച്ചമുളക് നട്ടിട്ട് വരാം. പിന്നെ ഞാൻ നിങ്ങളൊരു മുളക് കാണിക്കാവേ. വാ, ഇത് മുളകിൻ്റെ തൈകളാണ്. ഇപ്പം ഇതുപോലെ നമ്മൾ ഗ്ലാസ്സിനകത്ത് പാകി കിളിപ്പിക്കുമ്പം മാറ്റി നടുമ്പോൾ നമ്മൾ ഇതിൻ്റെ വേര് പൊട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തു നിന്നൊരു 2 തൈ, ബാക്കി അത് അതിനകത്ത് ഇരുന്നോട്ടെ, 2 തൈ ഇതിനകത്തോട്ട് നടുക. അപ്പം തക്കാളി നടുന്നത് പോലെ കണ്ടമാനം താഴ്ത്തി വെക്കരുത്. താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ ചെടി ചോട് പിടിക്കത്തില്ല കേട്ടോ, ചീഞ്ഞു പോവും, തണ്ട് ചീഞ്ഞു പോവും പെട്ടെന്ന്. അതുപോലെ നല്ല നീർവാർച്ച വേണം. നമ്മൾ ഈ ജൂലൈ മാസത്തിലെ കൃഷി ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്, ഒരു പ്രധാന ടിപ്പാണ്, ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല നീർവാർച്ചയുള്ള മണ്ണ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ ഈ പാത്രത്തിൻ്റെ ചുവട്ടിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കണം. അത് ഈ ഹോൾസ് ഒക്കെ അടഞ്ഞു പോയിട്ടാണെങ്കിൽ അവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്ന മണ്ണും ചെളിയും ഒക്കെ മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മുടെ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വെണ്ടയും തക്കാളി വളർത്തുമ്പോഴും ഇതുപോലെ തന്നെ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നോക്കണം. മണ്ണിലൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ മണ്ണ് വാരം കോരി അതിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ തക്കാളി നടാവുള്ളൂ. ഇതുപോലെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ആകുമ്പം ഗ്രോ ബാഗ് ആയാലും പാത്രങ്ങളായാലും നിലത്തൂന്ന് കുറച്ച് ഉയർത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം കെട്ടി നിൽക്കരുത്. ഈ ജൂലൈ മാസം ഈ നല്ലതായിട്ട് മഴ കിട്ടുന്ന സമയത്ത് വളർത്താൻ പറ്റുന്നവരാണേ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ചുരയ്ക്ക. ഇത് പിന്നെ നമ്മൾ അന്ന് നട്ടുകൊടുത്ത മത്തയാണേ. പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, മത്ത ചോട് പിടിച്ചു. അതുപോലെ പീച്ചിൽ നമുക്ക് നട്ടുകൊടുക്കാം, അതുപോലെ പാവൽ നമുക്ക് നട്ടുകൊടുക്കാം, പിന്നെ കുമ്പളം, അതുപോലുള്ള പടർന്ന് വളരുന്ന ചെടികളൊക്കെ നമുക്ക് നട്ടുകൊടുക്കാം. അപ്പം ഈ മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് ഈ ചെടികൾ വളർന്നു വരും. ഇത് കണ്ടോ, ചുരയ്ക്ക് അങ്ങോട്ട് ചോട് പിടിച്ചത് ഇതുപോലെ വള്ളി വീശി തുടങ്ങിയപ്പം അപ്പം തന്നെ ഞാൻ ഇതിൽ സപ്പോർട്ട് കൊടുത്തു കണ്ടോ. ഈ സപ്പോർട്ടേ കൂടെ വളർന്ന് അവർ പന്തലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ചോട് പിടിച്ച് വള്ളി വീശി തുടങ്ങുമ്പം നല്ല പോലെ സപ്പോർട്ട് കൊടുക്കണം. അതായത്
പന്തൽ കെട്ടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള പന്തലോ അല്ലെ മുകളിൽ കൂടെയുള്ള പന്തലോ കെട്ടിക്കൊടുക്കുക എന്നുള്ളതും ജൂലൈ മാസ കൃഷിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ചുരയ്ക്ക നടാം. പിന്നെ ഇത് മത്തയാണ്. അതുപോലെ കുമ്പളം, ഇവിടെ കുമ്പളമൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട്. ഇത് പടവലമാണേ, കണ്ടോ, പടവലം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചുവട്ടിൽ മണ്ണ് കുറവാണ്. അപ്പം നമുക്ക് വളം ഇട്ടിട്ട് ചുവട്ടിലോട്ട് മണ്ണ് അടുപ്പിച്ച് കൊടുക്കണം. മഴ പെയ്യുമ്പോഴേ ചെടിയുടെ ചുവട്ടിൽ നിന്ന് എപ്പോഴും മണ്ണ് മാറിപ്പോവും. അപ്പം നമ്മൾ വല്ല കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് അടുപ്പിച്ച് കൊടുക്കാൻ മറന്നു പോകരുതേ. ജൂലൈ മാസം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണേ മധുരക്കിഴങ്ങ്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇവിടെ ഒരു മധുരക്കിഴങ്ങ് നട്ടിരുന്നതാണ്. അതിൻ്റെ വള്ളി ഇതേപോലെ വീശി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മുറിച്ചെടുക്കുക കേട്ടോ. നല്ല ആരോഗ്യമുള്ള തണ്ടാണ് മധുരക്കിഴങ്ങിൻ്റെ കൃഷിക്ക് വേണ്ടത്. അപ്പം ഞാൻ ഇതൊന്ന്, അതുപോലെ ഇതൊന്ന് 2, പിന്നെ ഇത് ഇവിടെ ഇത്ര എണ്ണം ഞാൻ ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി നല്ല കട്ടിയുള്ള തണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത്രയും മുറിച്ചെടുത്തു. പിന്നെ ഞാൻ നിങ്ങളെ അന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന മധുരക്കിഴങ്ങ് ഈ പാത്രത്തിനകത്ത് നടുക എന്ന് പറഞ്ഞു. കണ്ടോ എന്തോരം ചെറിയ ചെറിയ ചില്ലകളാണ് വളർന്നു കിട്ടിയിരിക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് മുറിച്ച് പുതിയ തൈകളാക്കി നട്ടുപിടിപ്പിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തുനിന്നൊരു 4 കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ സ്ഥലം കുറവല്ലേ, നമ്മുടെ ടെറസ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. മധുരക്കിഴങ്ങിൻ്റെ കമ്പ് നടുമ്പോഴേ ഇച്ചിരി താഴ്ത്തി നടണം കേട്ടോ. അപ്പോൾ ഇതൊരു 1, 2, 3. ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ഇങ്ങനെ നട്ടു കൊടുക്കുവാണ്. 2-3 മുട്ടെങ്കിലും മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മളിതിനെ നട്ടുകൊടുക്കാൻ. അപ്പോൾ ഇതിനെ അതുപോലെ തന്നെ നടാൻ പോവുകയാണേ. അപ്പം ഞാൻ ഇവിടെ ഒരു 3 ചുവട് നടും. നട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാവേ. ഇതെന്ന് പറയുന്നതേ നല്ലപോലെ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും അതുപോലെ ഉണങ്ങിയ ഇലയും ഇട്ടിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന മണ്ണാണ്. അപ്പം ഞാൻ ഈ മണ്ണിനകത്തോട്ട് നേരിട്ട് ഇവരെ അങ്ങോട്ട് കുഴിച്ചു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. വെറും 3-4 മാസം കൊണ്ട് വളർച്ച എത്തുന്ന ഒരു ചെടിയാണ് ഈ മധുരക്കിഴങ്ങെന്ന് പറയുന്നത്. അപ്പം നിൽക്കട്ടെ ഇത്. പിന്നെ മഴക്കാലം ആകുമ്പോൾ നന്നായിട്ട് വേരോട്ടം ഉണ്ടാകും. ആ വേരെല്ലാം തന്നെയാണ് കിഴങ്ങുകളായിട്ട് വളർന്നു വരുന്നത്. അപ്പം സൗകര്യമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ മധുരക്കിഴങ്ങ് നടാം. അതുപോലെ ചേമ്പും ചേനയും നമ്മൾ കഴിഞ്ഞ ദിവസം ചാക്കിൽ ചേമ്പ് നടുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ചേമ്പ് നട്ടു കൊടുക്കാം, അതുപോലെ ചേനയും നട്ടു കൊടുക്കാവേ. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാവേ. വാ. ഈ മഴക്കാലത്ത് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് വളരുന്ന ഒന്നാണ് മുളക്. ഇത് നമ്മുടെ ബജിമുളകാണേ, കണ്ടോ അത്യാവശ്യം നന്നായിട്ട് വളർന്നില്ലേ. ഇതുപോലെ നമ്മൾ സാധാരണ മണ്ണ് നിറയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതിനും മണ്ണ് നിറച്ച് കൊടുത്തിരിക്കുന്നത്. ചോട്ടിലോട്ട് പിന്നെയും മണ്ണ് കൂട്ടിയും കൊടുക്കണം. അങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുമ്പോഴാണ് ചെടിക്ക് നല്ല വളർച്ച കിട്ടുന്നത്. അപ്പോൾ അതെ ഇത്രയും ബജി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിനെ നമുക്ക് 2ആയിട്ട് മുറിച്ചിട്ട് ബജി ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഈ തോട്ടത്തിനകത്ത് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വളങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പ്രധാന വളമാണ് ഈ താഴെ ഇരിക്കുന്നത്. കണ്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അറിയാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്കിത് കാണിച്ചു തരാം. സൂപ്പർ വളമാണ് കേട്ടോ. ഇനി ഇങ്ങനെ ഇരുന്ന് പാത്രം നിറഞ്ഞു പോകുമ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം എടുത്ത് വേറെ വലിയ പാത്രത്തിൽ ഒഴിച്ചു വെക്കും. എന്നിട്ട് അവിടെ നിന്നെടുത്ത് നേർപ്പിച്ച് നല്ലോണം നേർപ്പിക്കണം. എന്നിട്ട് വേണം ചെടിയുടെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. വെണ്ടയും തക്കാളിയും ഒക്കെ വളർത്തുന്ന പോലെ മുളകും ഒക്കെ വളർത്തുന്ന പോലെ തന്നെ ഈ സമയത്ത് നട്ടുപിടിപ്പിച്ച് വളർത്തേണ്ടതാണ് വഴുതന. ഞാൻ 2 തൈ ഇവിടോട്ട് വെച്ച ചോട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാത്തിനും ചെയ്യുന്ന പോലെ തന്നെ ചോട്ടിലെ മണ്ണൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ചോട്ടിലോട്ട് ഞാൻ ഇടുന്നത് നമ്മളുടെ ഈ ജൈവവളം തന്നെയാണ്. ഇങ്ങനെ ഒരു കുറച്ച് ജൈവവളം ചെടിയുടെ തണ്ടയിലൊന്നും മുട്ടാതെ വളരെ കുറച്ചേ ഇടാവുള്ളൂ. ഇത് ചെറിയ തൈയാണെന്നുള്ളൊരു ഓർമ്മ വേണം. എന്തായാലും ചെടിയുടെ തണ്ടേ മുട്ടാതെ വേണം ഏത് തരത്തിലുള്ള വളമാണെങ്കിലും ചെടിക്ക് കൊടുക്കാൻ. എല്ലാ കാലത്തും വളർത്താൻ പറ്റുന്നതാണെങ്കിലും ഓണത്തിന് നമുക്ക് നന്നായി വളർത്തി വിളവെടുക്കാൻ പറ്റുന്നതാണ് പച്ചപ്പയർ കേട്ടോ. അപ്പം ഞാനിവിടെ പച്ചപ്പയർ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇനി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു വിളവെടുക്കാൻ. ഇതേ ഞാൻ കാണിച്ചു തരാം. ചെറുതായത് ഇതുപോലെ ഉണ്ടായി വരും. കണ്ടോ നല്ല നീളം വെക്കുന്ന പച്ചപ്പയറാണ്. അതിനൊപ്പം നല്ല ചുവന്ന പയറുമുണ്ട്. ഇത്തരത്തിലുള്ള വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു മേടിച്ചോണേ. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്താണേ. കണ്ടോ ഇതുപോലെ മണ്ണൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. എത്ര നമ്മൾ കരിയില ഇട്ടും ചകിരിച്ചോറിട്ടും ഒക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും മണ്ണ് ഒരേ ഇരിപ്പിരിക്കുമ്പം ഇങ്ങനെ അടിയിലേക്കൊന്ന് അടിഞ്ഞു കൂടുന്ന ഒരു പ്രവണത കാണിക്കും. അപ്പം നമ്മൾ ഇതുപോലൊന്ന് മണ്ണ് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 സൈഡിലോട്ട് ഇച്ചിരി മണ്ണിനെ വകഞ്ഞു വെക്കുവാണേ. കാരണം നമുക്ക് ഈ വകഞ്ഞു വെക്കുന്ന മണ്ണിനെ ഇത് കിളുത്ത് കഴിയുമ്പോൾ വീണ്ടും ചുവട്ടിലേക്ക്
കൂട്ടി കൊടുക്കുക. അപ്പം ചെടി നല്ല ബലത്തിൽ ഉറച്ചു നിൽക്കും. അപ്പം ഇതിനകത്ത് ഞാൻ നോക്കട്ടെ എന്തോരം വിത്തുണ്ടെന്ന്. ഈ പച്ചപ്പയറൊക്കെ നല്ലോണം വിത്തുകളുള്ളതാണ് കേട്ടോ. കണ്ടോ, ഒരു 4 എണ്ണം വെച്ചിട്ട് പാകിയാൽ മതി. ഇതുപോലെ നമ്മളിവിടെ പാകി കഴിഞ്ഞ ഒരു പ്രാവശ്യം കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. അവരെല്ലാം കിളുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വീണ്ടും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആ കിളുത്ത് നിൽക്കുന്ന കേട്ടോ, ഒന്നും പേടിക്കണ്ട. ഇവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ അടുത്തു നിന്ന് പയർ വാങ്ങിക്കുന്നവരാണെങ്കിൽ എല്ലാ പയറും കിളുത്ത് കിട്ടും. ഒട്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ കിളുത്തില്ല എന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നല്ല നീളത്തിലുള്ള പയറുകൾ തന്നെ ഉണ്ടായും കിട്ടും. നല്ലപോലെ മണ്ണ് ഇളക്കിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇവിടെ ഇടാം. 2-3 എണ്ണം ഇവിടെ ഇട്ടു. ഈ 1 കൂട് പയറ് ഞാൻ ഇത്രയും ഭാഗത്തായിട്ടിട്ട് തീർക്കുവാണേ. കണ്ടോ, ഇനി ഇവർ കിളുക്കുമ്പോൾ ഞാൻ കാണിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട പയറ് നമുക്ക് കിളുത്തത് എവിടം വരെ ആയി നോക്കിയിട്ട് വരാം. ബാ, കണ്ടോ, വള്ളിയേക്കൂടെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവനൊരു വള്ളി കെട്ടിക്കൊടുക്കണം. വള്ളി ഇങ്ങനെ ഇതിലേക്ക് പടർന്നു പോവുകയാണ്. ഇതും കൂടെ കെട്ടിക്കൊടുത്തിട്ട് പിന്നെ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചോട്ടിലോട്ട് നമ്മളിപ്പോൾ അവിടെ മണ്ണ് ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തോട്ട് ഞാൻ മാറ്റി കൊടുക്കുകയെന്ന് പറഞ്ഞില്ലേ, ആ മണ്ണ് ഇതുപോലെ ചോട്ടിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ മണ്ണ് ഇങ്ങനെ ചെടിയുടെ ചോട്ടിലേക്ക് അടുപ്പിച്ചു കൊടുക്കണം. കണ്ടോ, ഇത്രയും മാത്രം ചെയ്ത് കൊടുത്തത്. ഇത് നല്ല വളക്കൂറുള്ള മണ്ണാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വളവും ഇട്ടില്ലെങ്കിലും ഇവർ വളർന്നോളും. ഇത് നമ്മുടെ ബീൻസ് ആണേ. അപ്പം ബീൻസ് വളർത്തേണ്ട ശരി സമയം എന്ന് പറയുന്നത് ഈ സമയത്താണ്. അപ്പം ബീൻസിൻ്റെ വിത്ത് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ വിത്ത് അയച്ചു തരാം. നമ്മുടെ ബീൻസ് ഇത് കണ്ടോ, ഇതുപോലെ വള്ളി വളർന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ചെറിയ ഇലയൊന്നും നോക്കണ്ട, അവർ വളർന്ന് പന്തലേ കയറുമ്പോഴത്തേക്കിന് വലിയ ഇലയായിക്കോളും. അങ്ങനെ നിറയുണ്ടാകും. പിന്നെ നമുക്ക് ഈ സമയത്ത് വളർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചീരകൾ. അത് നമ്മുടെ സാമ്പാർ ചീര, അതുപോലെ വള്ളിയായിട്ട് ഇതേ പടർന്നു കയറുന്ന ചീര ഉണ്ടോ, അങ്ങേറ്റത്ത് കണ്ടോ, നല്ല ചുമല പന്തൽ പോലെ കയറുന്നുണ്ടോ. ഇനി എനിക്ക് അവരെ കുറച്ച് വെട്ടിക്കളയാനുണ്ട്. ഇതുപോലെയുള്ള ചീരകൾ, പിന്നെ പച്ചച്ചീര, മയിൽപ്പീലി ചീര, പാൽ ചീര ഒക്കെ തന്നെ വളർത്താം. ചുവപ്പ് ചീരയും വളർത്താൻ പറ്റും. പക്ഷെ തുടർച്ചയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കുത്തു രോഗം ചുവപ്പ് ചീരയ്ക്ക് കൂടുതലാണ്. എല്ലാ ഇനം വെള്ളരികളും, അതിപ്പം സാമ്പാർ വെള്ളരി ആയാലും സാലഡ് കുക്കുംബർ ആയാലും ഒക്കെ വളർത്താൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഇതുപോലത്തെ സ്നോ വൈറ്റ് കണ്ടോ ഉണ്ടായി കിടക്കുന്നുണ്ടോ, ആ സ്നോ വൈറ്റ് കുക്കുംബർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ പെരുമഴയായിരുന്ന സമയത്ത് നമുക്ക് വിളവെടുക്കാൻ പറ്റാതെയൊക്കെ പോയിട്ട് ഇത് കണ്ടോ, അത് താഴെ വീണിട്ട് തൈകൾ കിളിർത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ തയ്യെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ പെട്ടി കണ്ടോ, ഇതിനകത്ത് വളർത്തുവാണെങ്കിൽ ഈ വലയക്കിടെ കയറി കിടന്നോളും. ഞാൻ ഇപ്പോൾ പറഞ്ഞ വള്ളിച്ചീരയുടെ കിടപ്പ് കണ്ടോ, കുറേ മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ പന്തലേൽ സൂര്യപ്രകാശമേ അടിക്കുകയില്ല. അപ്പം ഞാൻ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അവിടെ കിളുത്തതാണേ, ആ കിളുത്തതിനെ എടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഒട്ടും മണ്ണ് കൂട്ടുമൊന്നും വേണ്ട. ആ കുഞ്ഞു തയ്യൊക്കെ ചിലപ്പം ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. കുറച്ച് പൊക്കം വെച്ച് കഴിയുമ്പോൾ നമുക്ക് വളവും കൊടുക്കാം, നല്ലപോലെ വെള്ളവും കൊടുക്കാം. ഇപ്പം മഴച്ചാറ്റിൽ വരുമ്പം ആ ഒരു മഴയുടെ വെള്ളം മതി അവർക്ക് വളർന്നു കയറാം. അപ്പോൾ ഇവിടെ ഒരു 2-3 എണ്ണം ഇവിടെയും കൂടെ നടണം. അപ്പം വെള്ളരി നടാൻ പറ്റിയ സമയമാണെന്ന് ഓർത്തോണം. ആർക്കെങ്കിലും സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ വിത്തുകൾ കിട്ടാനില്ലെങ്കിൽ എനിക്കൊരു ഹായ് സെൻഡ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നല്ല നിലവാരമുള്ള വിത്തുകളാണ്. നല്ല ഡാർക്ക് പച്ച നിറത്തിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന നല്ല ഇനം ഒരു കുക്കുംബറുണ്ട്. നമ്മളുടെ സാധാരണ കുക്കുംബറിൽ നിന്ന് അത് വ്യത്യസ്തമാണ്. ആ കുക്കുംബറിൻ്റെ വിത്ത് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാനുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഇതുപോലെ ഉണ്ടല്ലോ, ഇത് പുതിനയാണേ. ഈ പുതിന നട്ട് വളർത്താൻ പറ്റിയ സമയമാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കടയിൽ നിന്നൊക്കെ നമ്മൾ പുതിന വാങ്ങിക്കുമല്ലോ, അങ്ങനെ വാങ്ങിക്കുന്ന പുതിനയുടെ നാമ്പ് വശം മുൻഭാഗം നമ്മളിങ്ങോട്ട് മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചുവട് വരുന്ന ഭാഗമില്ലേ, ഇതുപോലെ ഇപ്പോൾ ഒന്ന് വെറുതെ മണ്ണിൽ കുത്തി കൊടുത്താൽ മതി, അവരെല്ലാം നല്ലോണം വളർന്നു കിട്ടും കേട്ടോ. അപ്പം പുതിന നട്ടുപിടിപ്പിക്കാത്തവരൊക്കെ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കോണം. ജൂലൈ മാസത്തിലെ കൃഷി നമുക്ക് വിജയിപ്പിക്കാൻ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മഴ തുടർച്ചയായിട്ട് പെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് എപ്പോഴും മഴ പെയ്യുന്ന വെള്ളത്തിനകത്ത് ഒഴുകി ഒലിച്ചു പോകാനുള്ള സാധ്യത. ഇതുപോലെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും വളർത്തുന്നവരെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മണ്ണിലായാലും ആ വളം ഇങ്ങനെ പല സ്ഥലത്തേക്ക് പടർന്നു പോകും. പിന്നെ ചുവട്ടിലുള്ള മണ്ണിനെ എല്ലാം അത് ഇളക്കിക്കൊണ്ട് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ആഴ്ചയിൽ നമ്മൾ വളം കൊടുക്കാൻ മറന്നു പോകരുത്. ഏറ്റവും നല്ല ഒരു ജൈവവളം എന്ന് പറയുന്നത് നമ്മുടെ ജൈവ സ്ലറിയാണ്. ആ ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ ചില്ലി ജാസ്മിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജൈവവളം ഉണ്ടാക്കുന്ന, ഇപ്പം ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒത്തിരി അധികം ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക്
ഈ ചില്ലി ജാസ്മിൻ ജൈവ സ്ലറി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ വളം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അത്തരത്തിലുള്ള വളം ഉണ്ടാക്കി ആഴ്ചയിൽ വളരെ നന്നായിട്ട് നേർപ്പിച്ച ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. എങ്കിലേ നമുക്ക് ഓണത്തിന് കറി വെക്കാനുള്ള പച്ചക്കറി നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ വിളയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഒട്ടും താമസിപ്പിക്കാതെ വിത്തുകളാണെങ്കിൽ വിത്തുകൾ, തൈകളാണെങ്കിൽ തൈകൾ വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കണം വളരെ വേഗത്തിൽ. എന്നിട്ട് നമുക്കെല്ലാം ഒരുമിച്ച് ഓണത്തിന് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പച്ചക്കറികൾ വിളവെടുത്ത് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും